ഈ പാഠത്തിൽ നമ്മൾ ഡിജിറ്റൽ കൊമേഴ്സിന്റെ പരിണാമവും പ്രവർത്തന രീതികളും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ സെക്ഷൻ 2.3.1 ഓൺലൈൻ ഷോപ്പിംഗിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ വിഷയം മനസ്സിലാക്കാനായി നമ്മൾ 5 ഭാഗങ്ങളിലൂടെ കടന്നുപോകും. ആദ്യം ഓൺലൈൻ ഷോപ്പിംഗിന്റെ നിർവചനം, പിന്നെയോ ഒരു പർച്ചേസ് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കും. അതിനുശേഷം പ്രധാന നേട്ടങ്ങളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും അവസാനം ഇ-ടെയിലിംഗിന്റെ ഭാവിയെക്കുറിച്ചും സംസാരിക്കും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗം തുടങ്ങാം. ഓൺലൈൻ ഷോപ്പിംഗിന്റെ നിർവചനം. എന്താണ് ഇ-ടെയിലിംഗ്? അത് ആധുനിക വാണിജ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നതിനെയാണ്. ഇതിനെ ഇ-ടെയിലിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഷോപ്പിംഗ് എന്നും പറയാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കടയിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നതാണ്. അപ്പോൾ ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ പോലെയുള്ള ഒരു ഡിജിറ്റൽ ഉപകരണവുമുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും ഉൽപ്പന്നങ്ങൾ കാണാനും അവയെ താരതമ്യം ചെയ്യാനും വാങ്ങാനും സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. അതായത് ഒരു ഓൺലൈൻ പർച്ചേസിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്, ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഇടപാടുകൾ എങ്ങനെയാണ് എളുപ്പമാക്കുന്നതെന്ന് നോക്കാം. ഈ പ്രക്രിയയ്ക്ക് പൊതുവായി 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി, ബിസിനസ്സുകൾ ലിസ്റ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ നമ്മൾ ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. രണ്ടാമതായി, ഉൽപ്പന്നത്തിന്റെ വിവരങ്ങളും റിവ്യൂകളും നോക്കി നമുക്ക് വേണ്ടത് തെരഞ്ഞെടുത്ത് ഡിജിറ്റൽ കാർട്ടിലേക്ക് മാറ്റുന്നു. മൂന്നാമത്തെ ഘട്ടം ചെക്കൗട്ടാണ്. അവിടെ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചവ ഉറപ്പിക്കുന്നു. അവസാനമായി, പേയ്മെന്റ് രീതിയും ഡെലിവറി വിലാസവും നൽകി ഇടപാട് പൂർത്തിയാക്കുന്നു. ഈ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ഷോപ്പിംഗ് എളുപ്പമാക്കുന്ന ഒരുപാട് ഫീച്ചറുകൾ കാണാം. ഉദാഹരണത്തിന്, ഉൽപ്പന്നം കണ്ടെത്താനുള്ള സെർച്ച്, വിശദമായ വിവരണങ്ങൾ, വില, മറ്റുപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ, അതായത് കസ്റ്റമർ റിവ്യൂകൾ, ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്കായി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ശുപാർശകളും ഓർഡർ ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യവും വിൽപ്പനയ്ക്ക് ശേഷമുള്ള പിന്തുണയും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നൽകാറുണ്ട്. പണമടയ്ക്കാനായി പല ഡിജിറ്റൽ മാർഗങ്ങളുണ്ട്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ വാലറ്റുകൾ എന്നിവ വഴി പണമടയ്ക്കാം. ഇതൊന്നുമല്ലാതെ സാധനം കയ്യിൽ കിട്ടുമ്പോൾ പണം നൽകുന്ന ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷനും ലഭ്യമാണ്. അടുത്തത് മൂന്നാം ഭാഗമാണ്. ഉപയോക്താക്കൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. ഓൺലൈൻ ഷോപ്പിംഗിന് പല പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം സൗകര്യമാണ്. കാരണം 24 മണിക്കൂറും ഷോപ്പിംഗ് നടക്കാം. പിന്നെ വൈവിധ്യം. ആഗോള വിപണിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ചെലവും സമയവും ലാഭിക്കാൻ സാധിക്കുന്നു. വിലകൾ താരതമ്യം ചെയ്ത് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാം. മാത്രമല്ല, നമ്മുടെ മുൻപത്തെ വാങ്ങലുകൾ അനുസരിച്ച് പുതിയ ശുപാർശകളും ലഭിക്കുകയും ചെയ്യും. ഇത്രയധികം നേട്ടങ്ങളുണ്ടെങ്കിലും ഇതിന് ചില പരിമിതികളും സുരക്ഷാ ഭീഷണികളുമുണ്ട്. അതാണ് നമ്മൾ 4ാമത്തെ ഭാഗത്ത് പരിശോധിക്കാൻ പോകുന്നത്. ഇതിന്റെ പോരായ്മകളിൽ പ്രധാനം ഉൽപ്പന്നങ്ങൾ നേരിട്ട് കണ്ട് പരിശോധിക്കാൻ കഴിയില്ല എന്നതാണ്. പിന്നെ സുരക്ഷാപരമായ ആശങ്കകളുണ്ട്. അതായത് ഡേറ്റ മോഷണം, ഫിഷിംഗ് പോലുള്ള തട്ടിപ്പുകൾ. ചിലപ്പോൾ ഡെലിവറി വൈകുകയോ സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യാം. വാങ്ങിയ സാധനം തിരികെ നൽകുന്നതും പണം തിരികെ ലഭിക്കുന്നതും ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയായി മാറാറുണ്ട്. ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തവർക്കും ഡിജിറ്റൽ സാക്ഷരതയില്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു ഡിജിറ്റൽ വേർതിരിവും നിലവിലുണ്ട്. അവസാനമായി 5ാമത്തെ ഭാഗം, ഇ-ടെയിലിംഗിന്റെ ഭാവി എന്താണ്? ഈ രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളും പ്രവണതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. സാങ്കേതികവിദ്യയിലുണ്ടാകുന്ന പുതിയ മുന്നേറ്റങ്ങൾ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ വെർച്വലായി ഇട്ടുനോക്കാനുള്ള സൗകര്യം, സംശയങ്ങൾ ചോദിക്കാനുള്ള ചാറ്റ് ബോട്ടുകൾ, ശബ്ദമുപയോഗിച്ച് ഷോപ്പിംഗ് നടത്താനുള്ള സംവിധാനം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കൊമേഴ്സ് അഥവാ മൊബൈൽ കൊമേഴ്സ്. സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും ഉപയോഗിച്ചുള്ള ഷോപ്പിംഗിന് വലിയ പ്രചാരം ലഭിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ. ഇതോടെ ഈ ഭാഗം അവസാനിക്കുന്നു. പുതിയ സാങ്കേതികവിദ്യകൾ നിലവിലെ പരിമിതികളെ മറികടക്കാൻ സഹായിക്കുമ്പോൾ തന്നെ ഡിജിറ്റൽ വാണിജ്യ രംഗത്ത് ഭാവിയിൽ എന്ത് പുതിയ വെല്ലുവിളികളാവും ഉയർന്നുവരിക എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പാഠത്തിൽ നമ്മൾ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വിഷയത്തിലൂടെ കടന്നുപോകുമ്പോൾ ആദ്യം എന്താണ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് നിർവചിക്കും. അതിനുശേഷം അവയുടെ പലതരം വർഗീകരണങ്ങൾ, പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, പിന്നെ നേരിടുന്ന വെല്ലുവിളികളും പരിമിതികളും നമ്മൾ പരിശോധിക്കും.
അവസാനം പേയ്മെന്റുകളുടെ ഭാവിയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. എന്താണ് ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം? ഇതിന്റെ അടിസ്ഥാന നിർവചനം എന്ന് പറയുന്നത് വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ പണം കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ രീതിയാണ്. ഇവിടെ പണമോ ചെക്കോ പോലുള്ള ഭൗതികമായ ഒന്നും ഉപയോഗിക്കുന്നില്ല, പകരം ഇലക്ട്രോണിക് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് പരമ്പരാഗത കടലാസ് ഇടപാടുകളെ ഇത് പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ കൊമേഴ്സിന്റെ വളർച്ചയിൽ ഇതിന് വളരെ അടിസ്ഥാനപരമായ ഒരു പങ്കുണ്ട്. കാരണം ഓൺലൈനായിട്ട് സുരക്ഷിതമായും വേഗത്തിലും വിശ്വസനീയമായും സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഈ സിസ്റ്റങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ആഗോള ഡിജിറ്റൽ വിപണിയുടെ വളർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ്. ഇനി നിലവിലുള്ള പലതരം ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പേയ്മെന്റ് സിസ്റ്റം തരങ്ങളാണ്. ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കടമെടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഡെബിറ്റ് കാർഡുകൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. പണം അപ്പോൾ തന്നെ അക്കൗണ്ടിൽ നിന്ന് കുറയും. മൂന്നാമത്തേത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അഥവാ EFT ആണ്. ഇത് ബാങ്കുകൾ തമ്മിൽ നേരിട്ട് പണം കൈമാറാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് വന്നാൽ ഇവിടെ സ്റ്റോർഡ് വാല്യൂ സിസ്റ്റങ്ങളും മൊബൈൽ സിസ്റ്റങ്ങളുമാണ് ഉള്ളത്. ഉദാഹരണത്തിന് സ്മാർട്ട് കാർഡുകളിൽ നമുക്ക് മുൻകൂട്ടി പണം ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ വാലറ്റുകൾ അഥവാ ഡിജിറ്റൽ വാലറ്റുകൾ. ഇവ നമ്മുടെ പേയ്മെന്റ് വിവരങ്ങൾ മൊബൈൽ ഫോണുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. അതുപോലെ മൊബൈൽ പേയ്മെന്റുകൾ ഉപയോഗിച്ച് ഫോൺ വഴി നേരിട്ട് പണമടയ്ക്കാനും സാധിക്കും. ഇനി അവസാനത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഡിജിറ്റൽ അതുപോലെ വികേന്ദ്രീകൃത സിസ്റ്റങ്ങളാണ്. ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി നമുക്ക് ഓൺലൈനായി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാം. മൈക്രോ പേയ്മെന്റ് സിസ്റ്റങ്ങൾ വളരെ ചെറിയ തുകകൾ കൈമാറാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകൾ. ഇതിന് ഒരു കേന്ദ്രീകൃത അതോറിറ്റിയില്ല, പകരം ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വികേന്ദ്രീകൃത സംവിധാനമാണിത്. അപ്പോ ഈ സിസ്റ്റങ്ങളുടെ പലതരം വർഗീകരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇവ നൽകുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ് സൗകര്യം. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഇടപാടുകൾ നടത്താം. അതുപോലെ തന്നെ വേഗതയും വളരെ പ്രധാനപ്പെട്ടതാണ്. ചെലവ് കുറവാണ്, സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാണ്. എല്ലാ ഇടപാടുകൾക്കും ഒരു ഡിജിറ്റൽ രേഖ ഉണ്ടാകുന്നതുകൊണ്ട് സുതാര്യതയും ഇടപാടുകൾ കണ്ടെത്താനുള്ള എളുപ്പവുമുണ്ട്. കടലാസിന്റെ ഉപയോഗം കുറയ്ക്കുന്നതുകൊണ്ട് ഇതൊരു പരിസ്ഥിതി സൗഹൃദ മാർഗം കൂടിയാണ്. തീർച്ചയായും ഇത്രയധികം നേട്ടങ്ങളുണ്ടെങ്കിലും ഈ സിസ്റ്റങ്ങൾ നേരിടുന്ന ചില വെല്ലുവിളികളും പരിമിതികളുമുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സുരക്ഷാ ഭീഷണികളാണ്. ഹാക്കിംഗ്, ഫിഷിംഗ് പോലുള്ള സൈബർ ആക്രമണങ്ങൾ എപ്പോഴും ഒരു ഭീഷണിയാണ്. മറ്റൊന്ന് ഡിജിറ്റൽ വിടവാണ്. അതായത് എല്ലാവർക്കും ഒരുപോലെ സാങ്കേതികവിദ്യ ലഭ്യമാകാത്ത അവസ്ഥ. ഇത് പലരെയും ഈ സംവിധാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇതുകൂടാതെ സിസ്റ്റം തകരാറുകൾ പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ, തട്ടിപ്പുകൾ, പിന്നെ ബിസിനസ്സുകൾക്ക് ഇത് നടപ്പാക്കാൻ വരുന്ന ഉയർന്ന ചെലവ് എന്നിവയും പ്രധാന പരിമിതികളാണ്. അപ്പോൾ നമുക്കിതിനെ ഒരു സമഗ്രമായ രീതിയിൽ നോക്കാം. ഒരു വശത്ത് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ഇടപാട് നടത്താനുള്ള സൗകര്യവും വേഗതയും ഇതിന്റെ വലിയൊരു നേട്ടമാണ്. എല്ലാ ഇടപാടുകൾക്കും ഒരു ഡിജിറ്റൽ രേഖയുള്ളതുകൊണ്ട് സുതാര്യതയുമുണ്ട്. എന്നാൽ മറുവശത്ത് സൈബർ ഭീഷണികളും തട്ടിപ്പുകളും എപ്പോഴും ഒരു ആശങ്കയാണ്. അതുപോലെ ഇന്റർനെറ്റും ഡിജിറ്റൽ സാക്ഷരതയും ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇലക്ട്രോണിക് പേയ്മെന്റുകളുടെ ഭാവിയെക്കുറിച്ച് ഒന്ന് വിലയിരുത്താം. ഒരു കാര്യം വ്യക്തമാണ്, ആധുനിക വാണിജ്യത്തിന്റെ അടിത്തറയായി ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റങ്ങൾ മാറിക്കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ തുടർവിജയം ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ, ഉപയോക്താക്കൾക്കിടയിൽ ശരിയായ അവബോധം, പിന്നെ മികച്ച അടിസ്ഥാന സൗകര്യ പിന്തുണ എന്നിവ അത്യാവശ്യമാണ്. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. സാങ്കേതികവിദ്യ ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേയ്മെന്റ് സിസ്റ്റങ്ങളെ എങ്ങനെ കൂടുതൽ നൂതനമാക്കാം? എങ്ങനെ എല്ലാവരെയും ഇതിന്റെ ഭാഗമാക്കാം? നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ ഇതൊരു അവിഭാജ്യ ഘടകമാണെന്ന് എങ്ങനെ ഉറപ്പാക്കാം? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഡിജിറ്റൽ വിനിമയം സുരക്ഷിതമാക്കൽ, ഈ പേയ്മെന്റ് സുരക്ഷയുടെ അടിസ്ഥാനങ്ങൾ എന്ന വിഷയമാണ്. അപ്പോ നമ്മൾ 4 പ്രധാന ഭാഗങ്ങളായിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം സൈബർ സുരക്ഷയും ഈ പേയ്മെന്റും, തുടർന്ന് പ്രധാന സുരക്ഷാ ലക്ഷ്യങ്ങൾ, അതിനുശേഷം 5 അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവസാനമായി ഈ തത്വങ്ങൾ ചേർന്നുള്ള സമ്പൂർണ്ണ സുരക്ഷാ ചട്ടക്കൂടിനെക്കുറിച്ചും സംസാരിക്കും.
നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. സൈബർ സുരക്ഷയും പേയ്മെന്റും, അതായത് ഡിജിറ്റൽ വാണിജ്യത്തിന്റെ അടിത്തറ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ലോകം മുഴുവൻ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ പേയ്മെന്റ് സിസ്റ്റമുകളിൽ സൈബർ സുരക്ഷ എന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായി മാറിയിരിക്കുന്നു. അപ്പോ എന്താണ് പേയ്മെന്റിലെ സൈബർ സുരക്ഷ എന്ന് പറയുന്നത്? ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളെ അനധികൃതമായി ആരെങ്കിലും ആക്സസ് ചെയ്യുന്നതിൽ നിന്നും മോഷണം, വഞ്ചന, ഡേറ്റയിൽ കൃത്രിമം കാണിക്കൽ എന്നിവയിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം രീതികൾ, ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യകൾ, നിയമപരമായ ചട്ടക്കൂടുകൾ, ഇതിനെയെല്ലാം ചേർത്താണ് നമ്മൾ സൈബർ സുരക്ഷ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അതായത് ഇതിന്റെ പ്രധാന സുരക്ഷാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ CIA എന്ന മാതൃകയെ പരിചയപ്പെടാൻ പോകുന്നത്. സൈബർ സുരക്ഷയുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ഈ മാതൃകയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ആ 5 അടിസ്ഥാന തത്വങ്ങൾ. CIAN മാതൃകയെ നമ്മളിവിടെ വിശദമായി തന്നെ പരിശോധിക്കും. അപ്പോ പേയ്മെന്റ് സുരക്ഷയുടെ ആണിക്കല്ല് എന്ന് പറയാവുന്ന 5 തത്വങ്ങളുണ്ട്. അവയാണ് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, ഓതന്റിക്കേഷൻ, പിന്നെ നോൺ റെപ്യൂഡിയേഷൻ. നമുക്കിനി ഇവ ഓരോന്നും എന്താണെന്ന് വിശദമായി നോക്കാം. അതിലാദ്യത്തേതാണ് കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി അഥവാ രഹസ്യാത്മകത? വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, പാസ്വേഡുകൾ, ഇതൊന്നും അനധികൃതമായി ആർക്കും ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഇതിനായി ഉപയോഗിക്കുന്ന ചില പ്രധാന സാങ്കേതിക വിദ്യകളാണ് SSL/TLS എൻക്രിപ്ഷൻ, VPNകൾ, പിന്നെ സുരക്ഷിതമായ APIകൾ എന്നിവ. നമ്മളൊരു വെബ്സൈറ്റിൽ പണമടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഇതിനൊരു നല്ല ഉദാഹരണമാണ്. അടുത്തതായി വരുന്ന രണ്ടാമത്തെ തത്വമാണ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി അഥവാ സമഗ്രത എന്നുവെച്ചാൽ നമ്മൾ അയക്കുന്ന ഡേറ്റ അത് സ്റ്റോർ ചെയ്യുമ്പോഴോ കൈമാറ്റം ചെയ്യുമ്പോഴോ അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല, ആരും അതിൽ കൃത്രിമം കാണിച്ചിട്ടില്ല, അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുറപ്പാണിത്. സാമ്പത്തിക ഡേറ്റയുടെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ഈ ഡേറ്റയുടെ സമഗ്രത ഉറപ്പുവരുത്താനായി ചെക്സം, ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ, ഹാഷ് ഫംഗ്ഷനുകൾ പോലുള്ള പല സംവിധാനങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ അയക്കുന്ന 5000 രൂപയുടെ ട്രാൻസ്ഫർ സ്വീകരിക്കുന്ന ആൾക്ക് അതേ 5000 രൂപയായി തന്നെ കിട്ടുന്നു എന്നുറപ്പാക്കുന്നതാണ് ഇന്റഗ്രിറ്റി. മൂന്നാമത്തെ തത്വം അവൈലബിലിറ്റി. അവൈലബിലിറ്റി അഥവാ ലഭ്യത. അതായത് ഉപയോക്താക്കൾക്ക് എപ്പോഴാണോ ഒരു ഇടപാട് നടത്തേണ്ടത് ആ സമയത്തെല്ലാം പേയ്മെന്റ് സിസ്റ്റമും അതിന്റെ സേവനങ്ങളും പ്രവർത്തനക്ഷമമായിരിക്കണം. പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഇത് ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ പ്രധാനമാണ്. അതായത് സിസ്റ്റത്തിന് എപ്പോഴും സേവനങ്ങളിലെ തടസ്സങ്ങളെ ചെറുക്കാൻ കഴിയണം. DOS, DDoS പോലുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം വേണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ UPI, ഗൂഗിൾ പേ, റേസർ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കൊന്നും ഒരു നിമിഷം പോലും പ്രവർത്തനരഹിതമാകാൻ സാധിക്കില്ല. അതാണ് അവൈലബിലിറ്റി. ഇനി നാലാമത്തെ തത്വത്തിലേക്ക് വരാം, ഒതന്റിക്കേഷൻ. ഓതന്റിക്കേഷൻ അഥവാ ആധികാരികത ഉറപ്പാക്കൽ. ഒരിടപാടിൽ ആരൊക്കെയാണോ ഉൾപ്പെട്ടിട്ടുള്ളത്, അതായത് ഉപയോക്താവ്, വ്യാപാരി, പേയ്മെന്റ് ഗേറ്റ്വേ, ഇവരെല്ലാവരും അവർ അവകാശപ്പെടുന്നവർ തന്നെയാണോ എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണിത്. ആൾമാറാട്ടവും തട്ടിപ്പുമൊക്കെ തടയാനുള്ള ആദ്യത്തെ പടി ഇതാണ്. ഇതിനായി നമ്മൾ സാധാരണയായി കാണുന്ന സംവിധാനങ്ങളാണ് പാസ്വേഡുകൾ, OTP, പിന്നെ ബയോമെട്രിക്സ്, സ്മാർട്ട് ടോക്കണുകൾ, 2 ഫാക്ടർ ഓതന്റിക്കേഷൻ അഥവാ 2FA എന്നിവ. ഒരു പാസ്വേഡും അതിനൊപ്പം ഒരു OTPയും ഉപയോഗിച്ച് നമ്മുടെ ഐഡന്റിറ്റി ഉറപ്പാക്കുന്നത് ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അഞ്ചാമത്തേതും അവസാനത്തേതുമായ തത്വമാണ് നോൺ റെപ്യൂഡിയേഷൻ. നോൺ റെപ്യൂഡിയേഷൻ അതായത് നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരിടപാട് നടന്നുകഴിഞ്ഞാൽ അതിൽ പങ്കെടുത്ത ആർക്കും ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നീട് നിഷേധിക്കാൻ കഴിയില്ല എന്ന് ഇതുറപ്പാക്കുന്നു. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാലോ നിയമപരമായ കാര്യങ്ങൾ വന്നാലോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതുറപ്പാക്കാനായി ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ, ഓഡിറ്റ് ട്രെയിലുകൾ, ടൈം സ്റ്റാമ്പ് ചെയ്ത ലോഗുകൾ, ഡിജിറ്റൽ രസീതുകൾ പോലുള്ളവ ഉപയോഗിക്കും. ഇതിന്റെ ഫലമായി ഉപഭോക്താവിനോ വ്യാപാരിക്കോ ആ ഇടപാടിനെ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു.
അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. സമ്പൂർണ്ണ സുരക്ഷാ ചട്ടക്കൂട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ 5 തത്വങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇവ ഓരോന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നവയല്ല, മറിച്ച് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ സുരക്ഷാ ചട്ടക്കൂട് ഉണ്ടാകുന്നത്. ഈ തത്വങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇടപാടുകൾ സുരക്ഷിതവും കണ്ടെത്താൻ കഴിയുന്നതും വിശ്വസനീയവും സുതാര്യവുമാവുന്നു. ഇത് സ്വാഭാവികമായും ഉപയോക്താക്കളുടെ ആത്മവിശ്വാസം കൂട്ടുകയും ഡിജിറ്റൽ കൊമേഴ്സിന്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പാഠം നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. സൈബർ ഭീഷണികൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഈ സുരക്ഷാ തത്വങ്ങൾ എങ്ങനെയാണ് കാലാനുസൃതമായി മാറേണ്ടത്? ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ലെഡ്ജർ സുരക്ഷിതമാക്കൽ, സൈബർ ഭീഷണികളും പേയ്മെന്റ് സുരക്ഷയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയുടെ ഘടന ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ പേയ്മെന്റുകളിലെ സൈബർ ഭീഷണികളെക്കുറിച്ച് പഠിക്കും. തുടർന്ന് നിയമപരവും നിയന്ത്രണപരവുമായ ചട്ടക്കൂടുകൾ, സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ, ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും വേണ്ടിയുള്ള സുരക്ഷാ രീതികൾ എന്നിവയും പരിശോധിക്കും. അവസാനം ഒരു നിഗമനത്തോടെ നമ്മൾ ഈ വിഷയം പൂർത്തിയാക്കും. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പേയ്മെന്റ് ഇക്കോസിസ്റ്റത്തിലെ സൈബർ ഭീഷണികൾ. ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് നിരന്തരം ലക്ഷ്യമിടപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിഷിംഗ് ആക്രമണങ്ങൾ. എന്താണ് ഫിഷിംഗ്? യഥാർത്ഥ സ്ഥാപനങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ ഇമെയിലുകൾ, സന്ദേശങ്ങൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് ഉപയോക്താക്കളെ കബളിപ്പിക്കുന്നു. ഇതുവഴി അവരുടെ സെൻസിറ്റീവായ വിവരങ്ങൾ കൈക്കലാക്കുകയാണ് ലക്ഷ്യം. ഇതിനൊരു ഉദാഹരണം നോക്കാം. ഒരു ഉപഭോക്താവിന് അവരുടെ ബാങ്കിൽ നിന്നാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഇമെയിൽ വരുന്നു. അതിൽ പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഐഡന്റിറ്റി സ്ഥിരീകരിക്കാനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നായിരിക്കും. ആ ലിങ്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു വ്യാജ പോർട്ടലിലേക്കായിരിക്കും. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മാൻ ഇൻ ദ മിഡിൽ അഥവാ MITTM ആക്രമണങ്ങളെക്കുറിച്ചാണ്. ഈ രീതിയിൽ ഒരു സൈബർ കുറ്റവാളി ഉപയോക്താവിനും പേയ്മെന്റ് സെർവറിനും ഇടയിലുള്ള ഡേറ്റ കൈമാറ്റത്തിൽ രഹസ്യമായി ഇടപെടുകയും ആ ഡേറ്റ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഒരു പ്രായോഗിക ഉദാഹരണം പറയാം. ഒരു ഉപയോക്താവ് ഒരു പൊതുസ്ഥലത്തുള്ള വൈഫൈ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് അവരുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പിൽ ലോഗിൻ ചെയ്യുന്നു എന്ന് കരുതുക. സുരക്ഷിതമല്ലാത്ത ആ നെറ്റ്വർക്കിലൂടെ ഒരു ആക്രമണകാരിക്ക് അവരുടെ ലോഗിൻ വിവരങ്ങൾ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ 2 തരം ഭീഷണികളാണ് ഒരുമിച്ച് നോക്കുന്നത്: SQL ഇഞ്ചക്ഷനും മാൽവെയർ ചൂഷണവും. SQL ഇഞ്ചക്ഷൻ എന്നത് സുരക്ഷിതമല്ലാത്ത വെബ് ഫോമുകളിലൂടെ ഒരു വെബ്സൈറ്റിന്റെ ബാക്ക്എൻഡ് ഡേറ്റാബേസിൽ കൃത്രിമം കാണിക്കുന്ന ഒരു രീതിയാണ്. അതേസമയം മാൽവെയർ, അതായത് സ്പൈവെയർ അല്ലെങ്കിൽ കീലോഗറുകൾ പോലുള്ളവ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാളായി നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തുകയും ചോർത്തുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, വേണ്ടത്ര സുരക്ഷയില്ലാത്ത ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലെ ഒരു ആക്രമണകാരിക്ക് മലീഷ്യസായ, അതായത് ദുരുദ്ദേശപരമായ SQL കമാൻഡുകൾ ഇൻപുട്ട് ചെയ്തുകൊണ്ട് ആ സൈറ്റിലെ ഉപയോക്താക്കളുടെ വിവരങ്ങൾ മുഴുവനായും വീണ്ടെടുക്കാൻ സാധിക്കും. അടുത്തത് ഡാറ്റ ബ്രീച്ചുകളാണ്. പേയ്മെന്റ് ഡാറ്റാബേസുകളിലേക്ക് അനധികൃതമായി പ്രവേശനം നേടുന്നതിനെയാണ് ഡാറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. ദുർബലമായ ആക്സസ് കൺട്രോളുകളോ കാലഹരണപ്പെട്ട സുരക്ഷാ പ്രോട്ടോക്കോളുകളോ ആണ് സാധാരണയായി ഇതിന് കാരണമാകുന്നത്. ഇത് വലിയ അളവിലുള്ള ഉപയോക്തൃ ഡേറ്റ പുറത്തുപോകാനിടയാക്കും. ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഒരു ഫിൻടെക് സ്ഥാപനത്തിൽ ഒരു വലിയ ഡാറ്റാ ബ്രീച്ചുണ്ടായാൽ ലക്ഷക്കണക്കിന് ഉപയോക്താക്കളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, പിൻ നമ്പറുകൾ, അവരുടെ ഇടപാടുകളുടെ ചരിത്രം എന്നിവയെല്ലാം ചോർന്നുപോകാൻ സാധ്യതയുണ്ട്. ഇനി ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്താണെന്ന് നോക്കാം. ഇത് ഓട്ടോമേറ്റഡ് ടൂളുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു തരം ആക്രമണമാണ്. മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട യൂസർനെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് മറ്റ് പല വെബ്സൈറ്റുകളിലും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയാണിത്. പലരും ഒരേ പാസ്വേഡ് പലയിടത്തും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് വിജയിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമിലെ ഡേറ്റാ ബ്രീച്ചിൽ നിന്ന് ലഭിച്ച നിങ്ങളുടെ യൂസർനെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഒരു ഹാക്കർ നിങ്ങളുടെ പേയ്മെന്റ് ആപ്പിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചേക്കാം. ഇത് വിജയിച്ചാൽ അനധികൃതമായി പണം പിൻവലിക്കാൻ വരെ സാധ്യതയുണ്ട്. അടുത്തത് റാൻസംവെയർ ആക്രമണങ്ങളാണ്. ഈ രീതിയിൽ ഒരു പേയ്മെന്റ് സേവനദാതാവിന്റെയോ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെയോ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ എൻക്രിപ്റ്റ് ചെയ്ത് പ്രവർത്തനരഹിതമാക്കുന്നു. ശേഷം ആ സിസ്റ്റങ്ങൾ പഴയപടിയാക്കാൻ അവർ മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു.
ഇതിനൊരു ഉദാഹരണമാണ് ഒരു റാൻസംവെയർ ഗ്രൂപ്പ് ഒരു പേയ്മെന്റ് ഗേറ്റ്വേയുടെ സെർവറുകളെ ലക്ഷ്യം വെക്കുന്നത്. അവർ ആ സെർവറുകൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതോടെ എല്ലാ ഇടപാടുകളും നിലയ്ക്കും. മോചനദ്രവ്യം നൽകുന്നതുവരെ ആ സേവനം പൂർണ്ണമായും തടസ്സപ്പെടും. ഇത്രയും സൈബർ ഭീഷണികളെ നേരിടാൻ നിലവിലുള്ള നിയമപരവും നിയന്ത്രണപരവുമായ ചട്ടക്കൂടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതെങ്ങനെയാണെന്ന് നോക്കാം. ഈ പട്ടികയിൽ പ്രധാനപ്പെട്ട ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ IT ആക്ട് 2000 ഇ-കൊമേഴ്സിന് നിയമപരമായ അംഗീകാരം നൽകുകയും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നു. റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ മൾട്ടി ഫാക്ടർ ഒഥന്റിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കുന്നു. യൂറോപ്യൻ യൂണിയനിലെ GDPR ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ആഗോളതലത്തിൽ കാർഡ് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും PCI DSS എന്ന മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട്. ഇത്രയധികം നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടും സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സുരക്ഷയ്ക്കുള്ള ഈ നിരന്തരമായ തടസ്സങ്ങൾ എന്ന് നോക്കാം. പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. 1. സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നത് പുതിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. 2. ഉപയോക്താക്കൾക്ക് വേണ്ടത്ര അവബോധമില്ലാത്തത് തട്ടിപ്പുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. 3. പലതരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഏകീകൃത സുരക്ഷാ നയം നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. 4. മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ചെലവും സങ്കീർണതയും ഒരു പ്രശ്നമാണ്. അവസാനമായി, രാജ്യങ്ങളുടെ അതിർത്തി കടന്നുള്ള ഡേറ്റ കൈമാറ്റം നിയമപരമായ സങ്കീർണതകൾ ഉണ്ടാക്കുന്നു. ഈ വെല്ലുവിളികളെ മറികടക്കാൻ ബിസിനസ്സുകൾക്ക് സ്വീകരിക്കാവുന്ന മുൻകരുതൽ സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംരംഭങ്ങൾക്കുള്ള മികച്ച രീതികളാണ് അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഒരു ബിസിനസ് എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട 4 പ്രധാന കാര്യങ്ങളുണ്ട്. 1. നിങ്ങളുടെ സിസ്റ്റങ്ങളിലെ സുരക്ഷാ പാളിച്ചകൾ കണ്ടെത്താനായി സ്ഥിരമായി വൾനറബിലിറ്റി അസസ്മെന്റുകളും പെനട്രേഷൻ ടെസ്റ്റിംഗും നടത്തുക. 2. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിച്ച് തട്ടിപ്പുകൾ തത്സമയം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക. 3. OS ASP പോലുള്ള സുരക്ഷിതമായ കോഡിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുക. 4. ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കി വയ്ക്കുക. ബിസിനസ്സുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഉപഭോക്താക്കൾക്കും ഇതിൽ നിർണായകമായ ഒരു പങ്കുണ്ട്. അന്തിമ ഉപയോക്താവിന്റെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉപഭോക്താക്കൾ എന്ന നിലയിൽ പാലിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമതായി, പൊതു വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഒഴിവാക്കുക. രണ്ടാമതായി, ഓരോ അക്കൗണ്ടിനും വ്യത്യസ്തവും സങ്കീർണവുമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. ഇതിനെയാണ് ശക്തമായ ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. മൂന്നാമതായി, സംശയാസ്പദമായ ലിങ്കുകളോ ഇമെയിലുകളോ ലഭിച്ചാൽ അതിന്റെ ഉറവിടം പരിശോധിച്ച് ഫിഷിംഗ് ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക. നാലാമതായി, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഇടപാട് ചരിത്രവും കൃത്യമായി നിരീക്ഷിക്കുക. ഇനി നമുക്ക് ഈ ചർച്ചയുടെ ഉപസംഹാരത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ലേയേർഡ് സമീപനത്തെക്കുറിച്ചും സുരക്ഷയും ഡിജിറ്റൽ വാണിജ്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുമാണ്. ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: സൈബർ ഭീഷണികൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ തന്ത്രങ്ങളും നിരന്തരം വികസിപ്പിക്കേണ്ടതുണ്ട്. പേയ്മെന്റ് സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ശക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മൾ ഉറപ്പാക്കണം. ഈ ചിന്തയോടെ ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം.